ശേഷം ഒരു മൗലവി നിങ്ങൾ ഞങ്ങളെ വെല്ലുവിളിക്കണ്ട, വേറൊരു കൂട്ടർ ഞങ്ങളെ കൂട്ടത്തിലുള്ള അവരെ വെല്ലുവിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അതാ അദ്ദേഹം പ്രസംഗിച്ച സീഡി കണ്ടപ്പോ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി, വല്ലാത്ത തൊലിക്കട്ടി തന്നെ. ആ മനുഷ്യനല്ലേ അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹു അവന്റെ സിംഹാസനത്തിൽ ആസനസ്ഥനായി എന്ന് പറഞ്ഞത്? ആസനം എന്ന് പറയുന്നത് എന്തിനാണ്? ആസനം എന്ന് പറയുന്നത് എന്തിനാണ്? സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ ഇരിക്കുമ്പോൾ പതിഞ്ഞു നിൽക്കുന്ന ശരീരത്തിലെ സ്ഥലം, തറയിൽ പതിഞ്ഞു നിൽക്കുന്ന, തറയിൽ തട്ടി നിൽക്കുന്ന ശരീരത്തിന്റെ ഭാഗം എന്നല്ലേ അതിന് ശബ്ദധാരാവലിയിൽ അർത്ഥം പറഞ്ഞത്? അപ്പൊ അല്ലാഹുവിന് ശരീരമുണ്ടെന്നും അതാ അത് സിംഹാസനത്തിൽ അതാ സ്പർശിച്ചു നിൽക്കുന്നുവെന്നുമല്ലേ ആസനസ്ഥനായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? അത് പറഞ്ഞത് അതേ മൗലവിയല്ലേ. അല്ലാഹുവിനെ സംബന്ധിച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യുമെന്ന് പറഞ്ഞത് അദ്ദേഹമല്ലേ. യൻസിലു റബ്ബുന എന്നതിന് സുബ്ഹാനല്ലാഹ് വാക്കർത്ഥം പറഞ്ഞ് വിശ്വസിക്കാൻ പാടില്ല. വാക്കർത്ഥം പറഞ്ഞത് വിശദീകരിച്ച് വ്യാഖ്യാനിക്കുന്ന ചില പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അദ്ദേഹം അവിടെ ഒന്ന് കൂട്ടിച്ചേർത്ത് അർത്ഥം പറഞ്ഞില്ലേ? യൻസിലു എന്നതിന് ഇറങ്ങി വരും എന്നർത്ഥം പറഞ്ഞില്ലേ? നാദാപുരത്ത് വരും എന്നത് ഏത് വാക്കിന്റെ അർത്ഥമാണ്? വരും എന്നതിന് അറബിയിൽ പറയുന്ന വാക്ക് യജീഉ എന്നാണ്. യൻസിലു യജീഉ എന്ന് ഹദീസിലുണ്ടോ? അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയാത്ത വാക്ക്, അല്ലാഹു പറയാത്ത വാക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ അതാ വെച്ച് കെട്ടി പറഞ്ഞ് അതാ ജനങ്ങളെ വിശ്വാസം തകർത്തില്ലേ? അത്തരം കക്ഷികളെ പിന്നാലെ പോയി ഈമാൻ കളയുന്നവരെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ വല്ലാത്ത വേദനയാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. എൻ്റെ യുവാക്കളെ 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. നമുക്ക് പോകാനുണ്ട് ഖബറിലേക്ക്. ഏത് വാക്ക് പറയുമ്പോഴും ആ ഓർമ്മ വേണം, എന്ത് എഴുതുമ്പോഴും ആ ഓർമ്മ വേണം, എന്ത് പറയുമ്പോഴും ഓർമ്മ വേണം. അല്ലാതെ ജനങ്ങളെ പറ്റിച്ചാൽ മതിയോ? ജനങ്ങളെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ടാൽ മതിയോ?